അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അജ്മലിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നു. ഉമ്മ ഉമ്മ അജ്മൽ വിളിക്കുന്നു. ഉമ്മ, മുസ്സി ഒറ്റക്കല്ലേ വീട്ടിൽ? മോനെ, ഞാനവിടെ അയൽവാസികളെ ആ താത്താനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മ, ബുഷി ഇവിടെ? ബുഷി ഇതാ. ബുഷി പോയോ? ഇല്ല ഉമ്മ, ബുഷിയെ പറഞ്ഞേക്ക്. പാവാണ്, ആ പെൺകുട്ടി ആകെ പേടിക്കും, അവൾ ഒറ്റക്കാണ്. മോനെ, ഞാൻ അപ്പുറത്ത് താത്താനൊക്കെ ഏൽപ്പിച്ചതാണ്. അല്ലെങ്കിൽ ബുഷി പോയിക്കോട്ടെ, മോനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ കാലും കൈയൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ എനിക്ക് നോ പ്രോബ്ലം. പെട്ടെന്ന് ഷിഫ സിസ്റ്റർ അതാ വാതിൽ മുട്ടുന്നു. ഉമ്മ വാതിൽ തുറന്നു. സിസ്റ്ററെ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് അജ്മൽ? കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഉമ്മ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. അത്രയ്ക്കും വലിയ ക്ഷതയേറ്റിട്ടും തലയ്ക്കൊന്നും പറ്റാത്ത തന്നെ വലിയൊരു കാര്യം. ശരീരത്തിൽ നന്നായിട്ട് ഏറ്റിട്ടുണ്ട്, എങ്കിലും അതൊക്കെ ശരിയാവുമല്ലോ. പക്ഷേ തലയ്ക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കാലാകാലം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് പടച്ച റബ്ബ് കാത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം നിങ്ങളുടെ മകന് തലക്കൊന്നും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ചെറിയ മുറിവുകൾ, കാര്യങ്ങൾ, പിന്നെ ഒരു ബോധക്ഷയം എന്നല്ലാതെ വേറൊന്നുമില്ല. സിസ്റ്ററെ, എൻ്റെ കുട്ടിക്ക് വേണ്ടി 5 നേരം ഞാൻ ദുആ ചെയ്യണാണ്. അതുകൊണ്ട് ഒന്നും പറ്റൂല. ഇതിമ കഴിച്ചില്ലായിരുന്നു, കൂട്ടിയാൽ മതി. അജ്മൽ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അറിയാതെ അതാ സിസ്റ്റർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഷിഫ സിസ്റ്റർ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അറിയുക പോലുമില്ല. വേറൊരു സിസ്റ്ററുണ്ട്, അവർ വെക്കുമ്പോൾ വല്ലാത്തൊരു വേദനയായിട്ട് അജ്മലിന് അനുഭവപ്പെടും. പക്ഷേ അവരുടെ പേര് പോലെ തന്നെയാണെന്ന് തോന്നുന്നു. അത് വല്ലാത്തൊരു ഷിഫ തന്നെയാണ്. ഉമ്മ, പിന്നെ എവിടെ മറ്റേ ആള്? അവള് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അത് ശരി, അതെന്തേ പെട്ടെന്ന്? അല്ല, വീട്ടിലൊരാളുണ്ടേ. അപ്പോൾ വീട്ടിലോ? അതാരാണ്? ഒരു നിമിഷം ഉമ്മാക്ക് ഉത്തരം മുട്ടിപ്പോയി. റബ്ബേ, എന്ത് ചെയ്യണം എന്നായിപ്പോയി. അത് അജ്മലിൻ്റെ. ഓക്കെ, അജ്മൽ വൈഫായിരിക്കില്ലേ? എന്നിട്ടെന്ത് വരാതിരുന്നത്? അതല്ല, വൈഫല്ല. ഓക്കെ, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സോറി കേട്ടോ. എന്നാൽ ഞാൻ പോട്ടെ. അങ്ങനെ അതാ സിസ്റ്റർ പോകുന്നു. എന്താണെന്നറിയില്ല, ഷിഫയെ കാണുമ്പോൾ തന്നെ ഉമ്മാക്കൊരു സന്തോഷമാണ്, സമാധാനമാണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നല്ല സമാധാനത്തിനൊരു മറുപടിയാണ്. മറ്റുള്ള സിസ്റ്ററോടൊക്കെ ചോദിച്ചാൽ അവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇവളാണെങ്കിൽ നല്ല മോളാണ്, എല്ലാം ഒത്തിണങ്ങിയ ഒരു പൊന്നുമോള്. വാതിൽ തുറന്ന് ഷിഫ പുറത്തേക്ക് പോയപ്പോൾ ഉമ്മയും അവളുടെ പിന്നാലെ ചെന്നു. അവളോട് എന്തൊക്കെ ചോദിക്കണമെന്ന് ഉമ്മാക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ വേണ്ട, ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ്. നേരെ അതാ റൂമിൽ വന്നിരുന്നു. അപ്പോഴേക്കും ബുഷി ഒരുങ്ങിയിരുന്നു. മോളെ, ബുഷി ചെല്ല്, മുസ്സി അല്പം ഒറ്റക്കായിട്ട്. അങ്ങനെ അതാ ബുഷി, മോൾക്ക് ഓട്ടോക്ക് പോകാൻ അറിയില്ലേ? ഉമ്മ അറിയാം. ഉമ്മ കുറച്ച് ക്യാഷ് എടുത്തു കൊടുത്തു. എന്നാ മോളെ, ഞാനും ഓടറ്റം വരാം. അങ്ങനെ അതാ അവള് ഓട്ടോയിൽ കയറ്റി കൊടുത്തു. അവരുടെ വീടിന്റെ സ്ഥലം ഉമ്മ പറഞ്ഞു കൊടുത്തു, അവിടെ എത്തിക്കണം കേട്ടോ. ഓക്കെ. അങ്ങനെ അതാ അവൾ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചോനെ, വാതിലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. എവിടെ? മുസിത്ത, അവൾ വിളിച്ചു. മുഹ്സിന വാതിൽ തുറന്നു. അല്ലാ, മുസിത്ത ഇവിടെ ഒറ്റക്കായിരുന്നോ? അത് ആ താത്താൻ്റെ വീട്ടിലേക്ക്? ഇല്ല മോളെ, ഞാൻ പോയിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം തോന്നി, അപ്പം ഞാൻ പോയില്ല. എന്നിട്ട് ഇവിടെ അവർ ഒരുപാട് ടൈം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താ മുസിത്ത, അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ എന്താന്നോ, അല്ല ഇക്കയുടെ വർത്താനം എന്താ? ഇക്കാക്ക് തീരെ ബോധമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു വന്നു. കൈകാലുകൾക്കൊക്കെ നല്ല പരിക്കുണ്ട്, തലക്ക് പരിക്കുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് ഏറ്റിട്ടില്ല. ഇവിടെ മുഖത്തിൻ്റെ ഭാഗത്ത് സൈഡിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. കയ്യും കാലൊക്കെ ഒരു ഇതായിക്കണം. എന്തായാലും കുറച്ച് മാസങ്ങളെ പിടിക്കുമായിരിക്കും ലെവലായി വരുമ്പോഴേക്കും. എങ്കിലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇക്കയുടെ കാര്യങ്ങൾ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. പഠിച്ചോനെ, ഞാൻ വിചാരിച്ചിരുന്നു ആകെ എന്തൊക്കെ. ഇല്ലത്താ, അതിനകത്തൊന്നുമില്ല. അല്ല, ഇത്തൊന്നും കഴിച്ചില്ലേ? ഞാൻ ഒറ്റക്കല്ലെന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദോശമാവൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് 2 ചുട്ട് കഴിച്ചു. ചോറൊന്നും ഞാൻ. അല്ല, അതെന്താ ഇത്ത? ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇത്തയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്.
ഉമ്മാക്ക് നല്ല വേദനയുണ്ട്. പിന്നെ അവിടെ കൊണ്ടുപോയാലും അതിനേക്കാളും വലിയ പ്രശ്നമെന്ന് വിചാരിച്ചിട്ടല്ലേ? മോളെ, എനിക്ക് നന്നായിട്ടറിയാം എന്തെത്താ നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം. മോളെ, ഞാൻ എത്രയെന്ന് കരുതിയിട്ടാണ് ഇവിടെ നിൽക്കുക? എന്ത് കരുതിയിട്ടാണ്? ഞാൻ കാരണം നിങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടല്ലേ? എന്താ നിങ്ങളീ പറയുന്നത്? എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാരണമുള്ളത്? ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഇവർ ഉണ്ടാവുമ്പോൾ എനിക്ക് സമാധാനം സന്തോഷമാണ്. മുഹ്സിയുടെ കണ്ണുകൾ നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്താ കരയുന്നത്? ഒന്നുമില്ലടി, ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ. എന്താണ് നിങ്ങളീ പറയുന്നത്? ശരിക്കും മനസ്സിലായിരുന്നു അത് എൻ്റെ ആരൊക്കെയാണ് അജ്മൽ സാറിനെ അപകടത്തിൽപ്പെടുത്തിയത്. അതെനിക്ക് നന്നായിട്ടറിയാം. അത് സിനാനെ ഉപദ്രവിച്ച അതെ എൻ്റെ ബ്രദറും അവൻ്റെ ആൾക്കാരും, അതുറപ്പാണ്. എന്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹത്തെ വെറുതെ തല്ലി ചതച്ചത്? റബ്ബേ. എന്നാൽ ഈ സമയം മുഹ്സിനയുടെ വീട്ടിൽ തൻ്റെ മകൾ എവിടെയായാലും സുരക്ഷിതയായി നിൽക്കണമെന്നായിരുന്നു ആ ഉമ്മ ആഗ്രഹിച്ചിരുന്നത്. ഈ ഒരു കാര്യം മോനോട് പറഞ്ഞതായിരുന്നു എല്ലാത്തിനും കാരണമെന്ന് തോന്നുന്നു. അതെ മോനെ, മോള് പോയിട്ട് കുറച്ച് ദിവസമായല്ലോ. മോനൊന്ന് പോയി നോക്കൂ. എങ്ങോട്ട്? ഞാൻ എങ്ങോട്ട് പോയി നോക്കേണ്ടത്? അവളെ കെട്ടിച്ച് വീട്ടിലേക്ക് പോയതിന് ഇപ്പം പിന്നാലെ ഞാൻ പോയി നോക്കണോ? അതെ, ഉമ്മ എന്തേ പറയുന്നത്? ഓളെ കെട്ടിച്ച് വീട്ടില് ഇതിനിടക്കിടക്ക് ഇങ്ങനെ പോകാനും വരാനും നിൽക്കണത്? അവിടെ നിന്നോട്ടെ നീ. മതി, പെങ്ങന്മാരും ഉമ്മയൊക്കെ കുറെ നോക്കിയില്ലേ. ഇനി അവരെല്ലാവരും കെട്ടിച്ച് വിട്ടില്ലേ? അവനവൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ നിൽക്കട്ടെ. അല്ലാതെ കാലാകാലം ഇവിടെ നിന്നാലേ ഈ ഒരു വീടിനും സ്ഥലത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറുതി വരുത്തണം. അല്ലാതെ ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും കയറാനും ഇറങ്ങാനും നിരങ്ങാനും ഉള്ളതല്ലത്. നാത്തൂൻ്റെ വാക്കുകൾ അത് ഉമ്മയുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഉമ്മ ധൈര്യത്തോടെ പറഞ്ഞു, അതെ, എൻ്റെ മോളെ കൊണ്ടാണ് ഈ വീടും സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടായത്, ഈ വാഹനം. അല്ലാതെ നമ്മളെ വീടും സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ? ആ ചെറ്റക്കുടിയിലായിരുന്നു നമ്മളൊക്കെ താമസിച്ചിരുന്നത്. മോള് ഭാഗ്യവതിയാണ്. ഓൾ ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടായത്. അല്ലാതെ ഉമ്മ മതി, മിണ്ടണ്ട. അതൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും അതിനൊക്കെയുള്ള വകുപ്പൊക്കെ ആണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലേ. ഞാനല്ലേ ആ കല്യാണം ഉണ്ടാക്കിയത്, അല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഞാനും എൻ്റെ സ്നേഹിതൻ നാഫിമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്, അല്ലാതെ അവളെ കൊണ്ടൊന്നുമല്ല. മോനെ, എന്നാലും ഓളല്ലേ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടത്. അതിന് കാരണക്കാരി അറബി ഉമ്മയും അവരെ അനുഗ്രഹം കൊണ്ടല്ലേ നമുക്കിതൊക്കെ കിട്ടിയത്. ഉമ്മ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിങ്ങനെ ഓർത്തോർത്ത് പറയാൻ എന്താ? ഇതൊക്കെ ഇപ്പം എൻ്റെ പേര് തന്നെയാണ്. മോനെ, ഒരിക്കലും അല്ല. അത് മുഹ്സിനക്കും നിനക്കും ഹസനത്തിനും അവകാശപ്പെട്ടതാണ്. എൻ്റെ 3 മക്കൾക്കും. ആര് പറഞ്ഞു? എന്താന്നില്ലേ, ഇവിടെ ആണായിട്ട് ഞാനിവിടെ ഉണ്ട്. എനിക്ക് അവകാശപ്പെട്ടതിനാണ് ഇതെല്ലാം. അല്ലാതെ കെട്ടിച്ചു വിട്ട പെങ്ങന്മാർക്കൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഓഹരി കൊടുക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഇതിൻ്റെ ബാപ്പാൻ്റെ മുതലല്ല. ഉമ്മ അത് കേട്ടപ്പോൾ നെഞ്ച് പൊട്ടിപ്പോയി. ഉമ്മയുടെ പഠിച്ചോനെ, എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെയുണ്ടാവോ മക്കള്? ഒന്നുമില്ലെങ്കിൽ ഓനെ നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ച് വലുതാക്കിയതാണ്. ഇപ്പം എന്നോട് തർക്കുത്തരം പറയുന്നത് കേട്ടില്ലേ? എന്നാൽ അത് കേട്ടുകൊണ്ട് നാത്തൂനും കയറി വരുന്നു. ഉമ്മ, നിങ്ങളീ പെമ്മക്കൊക്കെ വേണ്ടിയിട്ട് എന്തിനാ നിങ്ങൾ വാദിക്കണം? ഇങ്ങനെ ഈ വീട് ഇക്കാൻ്റെ പേര് തന്നെ എഴുതേണ്ടി വരും. അവർക്കുള്ള വീടും പറമ്പൊക്കെ അത് അവിടെ അപ്പുറത്തുണ്ടല്ലോ. അവർക്കതാണ്ട് കൊടുത്തോളി. 3 സെൻറ്റും അതിലൊരു വീടുണ്ടല്ലോ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകരാറായേ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളി, അതായിരിക്കും നല്ലത്. നിങ്ങളപ്പോൾ ഈ വീട്ടിൽ നിർത്തും വേണം, നിങ്ങളുടെ കേക്കും വേണമെന്ന് വെച്ചാലോ. പിന്നെ 3 ആൾക്കും ഒരുപോലെ അവകാശപ്പെട്ടെന്ന് പറഞ്ഞ് ഒരിക്കലുമില്ല. ബാപ്പാൻ്റെ മുതലല്ലത്. മരുമകളുടെയും ആ ഒരു ആഞ്ഞു കൊത്തുന്ന വാക്ക് കേട്ടപ്പോൾ ഉമ്മ ആകെ ഞെട്ടിപ്പോയി. റബ്ബേ. ഉമ്മ കണ്ണീർ പൊഴിച്ചു. അതെ, ഒരു വീട് അവിടെ കിടക്കുന്നുണ്ട്. അത് വിറ്റിട്ടും പൊളിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിരുന്നേ ഉള്ളൂ. അതങ്ങോട്ട് ഓഹരി വെച്ച് മക്കൾക്കാണ് കൊടുത്താളി. അല്ലാതെ ഇവിടെ വന്നിട്ട് അവകാശം ചോദിക്കാൻ അവകാശമല്ല. അല്ല, ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടുമില്ല. എൻ്റെ മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അവർക്ക് കൂടി ഇവിടെ ജീവിക്കാൻ. പക്ഷെ നിങ്ങൾ എന്തിനാ എൻ്റെ മോളെ ആ തറവാട്ടിലേക്ക് പറഞ്ഞയച്ചത്? അവളെ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? അവളെ ഉപദ്രവിക്കോ? എനിക്ക് പേടിയാണ്. അതെ, അതൊക്കെ ഞാൻ നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് വരും. ആങ്ങളുടെ വാക്കുകൾ പിന്നെ വെറുതെ ഒന്നും ഞാൻ പറഞ്ഞേക്കൂല. നിങ്ങളെ മോളെ കൊണ്ടാണ് എൻ്റെ എല്ലാ അഭിമാനം നഷ്ടപ്പെട്ടത്. എന്താ അവള് സാധനം എന്നോ? നല്ല മട്ടത്തിന് അവളെ വെറുതെ ഇരിക്കല്ലേ വെച്ച് കൊണ്ടാക്കിയപ്പോൾ അവൾ അതിനും വലുത് കളി കളിച്ചു.
ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി എൻ്റെ അവസ്ഥ. അത് നിങ്ങൾ ആലോചിക്കണില്ല നിങ്ങളാരും. അതെ ഇക്ക പറഞ്ഞു ശരിയാണമ്മ. ഓള് കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ഒന്നുമില്ലെങ്കിൽ ഇക്കാക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ. ഓൾ എന്ത് കാട്ടിക്കൂട്ടിയെന്ന് നിങ്ങൾ ഈ പറയണത്? ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ കാട്ടിക്കൂട്ടാൻ ബാക്കി? എന്താന്നല്ലേ ഓളെന്തായാലും ഇങ്ങോട്ട് കയറ്റണ്ട. ഇനി ഞാൻ സമ്മതിക്കൂല. നാത്തൂൻ്റെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി. പഠിച്ചോനെ എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും സമാധാനത്തിൽ നിന്നോട്ടെ റബ്ബേ. ഇവറ്റകളുടെ ഇടയ്ക്ക് എത്തായ നല്ലത്. ഇവരിടയിൽ ജീവിക്കാൻ കഴിയൂല. എനിക്ക് തന്നെ മടുത്തു പോയി. ഇവരെ ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഓലക്കീറെങ്കിലും ചാരി വെച്ച് ഞങ്ങൾ സുഖമായി കഴിയാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥയായി പോയി. ഇവരാണെങ്കിൽ ഇങ്ങനെ. പഠിച്ചോനെ ഇവരെന്താ ഇങ്ങനെ? അതെ ഉമ്മ, പിന്നെ ഞാൻ പറഞ്ഞില്ലത് വേണ്ട. അജ്മൽ എൻ്റെ കൈ കിട്ടിയാലേ അവനെ വെച്ചേക്കില്ല. വേണ്ട മോനെ, ഒന്നും ചെയ്യരുത് പ്ലീസ്. നീ സിനാനെ തന്നെ തല്ലിച്ചതച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട് നിന്റെ കാരണം കൊണ്ട്. ദയവായി നീ അജ്മലിനെ ഒന്നും ചെയ്യരുത്. അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഒന്ന് വിവാഹം ചോദിച്ചു എന്നുള്ളത് ഇത്ര വലിയ തെറ്റുള്ള കാര്യമാണോ? അതും നല്ല മാനമര്യാദയിൽ അവൻ വിവാഹം ചോദിച്ചത്. അല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഇനി എന്ത് ചെയ്യാൻ ബാക്കി? എല്ലാവരെ കൊണ്ട് ഓരോ പേര് വരുത്തിച്ചിട്ട്. ഇല്ല, അതെല്ലാം കെട്ടിച്ചമച്ചതാണ്. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല. അത്ര നല്ല മോനായതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചത്. പക്ഷേ നിൻ്റെയൊക്കെ സ്വഭാവമാണ് ഇതിനൊക്കെ കൂടുതലായിട്ട് ഇതൊക്കെ വഷളാക്കാൻ കാരണം. നീ അത്ര നല്ലവനൊന്നല്ല. ആദ്യമൊക്കെ നല്ലതായിരുന്നു എല്ലാം കൊണ്ടോ. പക്ഷെ നീ ഇപ്പോൾ ആകെ അങ്ങ് കേടുവന്നു. എന്നെ നിങ്ങൾ പറഞ്ഞോളി, പുറത്തുള്ള ആൾക്കാരെ നിങ്ങൾ നന്നാക്കിക്കോളി. സ്വന്തം മകനെ തള്ളി പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ നന്നാക്കാൻ ശ്രമിച്ചോളി. എന്തിനാടാ വെറുതെ ആൾക്കാരെ കൊണ്ട്? അന്ന് നീ ഒരുപാട് അനുഭവിച്ചില്ലേ? അന്ന് നിന്നെ പോലീസ് കൊണ്ടുപോയി ഒരുപാട് തല്ല് കിട്ടിയില്ല. ഒന്നും പോരെ നിനക്ക്? 2 തല്ല് കിട്ടിയെന്ന് കരുതിയിട്ടേ ഞാൻ പേടിക്കൂല. ഞാൻ അത്രക്കാരനല്ല. പോലീസിൻ്റെ കയ്യിൽ 2 കിട്ടിയെന്ന് വിചാരിച്ചിട്ട് പേടിക്കാനെന്താ? അജ്മലിനൊരു വഴിക്കാക്കിയിട്ട് ഞാൻ നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ വന്നാലും വേണ്ടില്ല. മോനെ, ദയവായി നീ വെറുതെ പാപം ഏറ്റുവാങ്ങരുത്. അവരെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവും. നീ ദയവായി എന്തിനാ പ്രശ്നത്തിന് നിൽക്കുന്നത്? അവിടെ ഒരു ഉമ്മ ഉണ്ടാവും അവനെ കാത്തിരിക്കാൻ. ദയവായി ഒന്നും ചെയ്യരുത്. ആര് കാത്തിരുന്നാലും വേണ്ടില്ല. അവനെ പകുതി ജീവനാക്കിയിടും, നോക്കിക്കോളി. ഉമ്മ കരഞ്ഞു പറഞ്ഞു, മോനെ ദയവായി നീ ഒന്നും ചെയ്യരുത്. ദയവായി നിന്നോട് ഞാൻ കാല് പിടിക്കാം, ഒന്ന് മാറിത്തരുമോ? മനുഷ്യൻ്റെ സമാധാനം അവിടെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരൊറ്റൊന്നിനെയും വെറുതെ വിടില്ല. എല്ലാത്തിനെയും ഞാൻ വെച്ചേക്കില്ല. സിനാൻ അങ്ങനെ ആക്കി ഞാൻ പെരുമാറി വിട്ടു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു വേണ്ട എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അജ്മലിൻ്റെ സ്വഭാവം കണ്ടപ്പോൾ ഒരിക്കലും അവരെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ പെങ്ങളുടെ ഭാവി മാത്രമല്ല നശിപ്പിച്ചത്, എൻ്റെ ജീവിതം കൂടിയാണ്. എൻ്റെ അഭിമാനമാണ് നഷ്ടപ്പെട്ടത്. എല്ലാവരും എന്നോട് ഓരോന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയം ഉമ്മ വിചാരിക്കുന്ന, റബ്ബേ എൻ്റെ പൊന്നു മോളെ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുക്കലേക്ക് തന്നെ നീ എത്തിക്കല്ല എന്നായിരുന്നു. അവിടെയായിരിക്കും അവൾക്ക് സമാധാനം ഉണ്ടാകുക. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെനിക്ക് തോന്നുന്നു. അവൻ ചെയ്തതൊക്കെ എന്തൊക്കെയോ ഓരോ പ്രശ്നങ്ങൾ മാറ്റിമറിച്ചതാണെന്ന് തോന്നുന്നു. അല്ലാതെ തൻ്റെ പ്രിയപ്പെട്ട മോൾക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം ജീവിക്കാൻ ഏറ്റവും നല്ലത് അവളുടെ ഭർത്താവ് തന്നെയാണ് എന്നുള്ള കാര്യം ഉമ്മാക്ക് തോന്നുകയാണ്. എടാ, എൻ്റെ കുട്ടിനെ തറവാട്ടിലേക്ക് എന്തിനാ പറഞ്ഞയച്ചത്? നിങ്ങളെ ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ പോയതല്ലേ? അവൾ പോയതോ? ഒരിക്കലും അവൾ പോവില്ലല്ലോ. പിന്നെന്താ, അവൾ ഇറങ്ങിപ്പോയതാണ്. അവളുടെ ഭർത്താവിനെ കണ്ടെത്തി കൊടുത്തുകൂടായിരുന്നോ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും കൂടി എന്തിനാ അവളെ ബുദ്ധിമുട്ടിച്ചത്? ഇനിയിപ്പോൾ അത് പറഞ്ഞു നിന്നോളി. അവൾ പോയതാണ്, അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്. ഒരിക്കൽ പോലും നാത്തൂനും സത്യം പറഞ്ഞില്ല. അവൾ ഇറങ്ങിയതാണ് ഒറ്റയ്ക്ക് എന്ന് തന്നെയാണ് അവളും പറയുന്നത്. പക്ഷെ സപ്പോർട്ട് ചെയ്ത് ഓട്ടോ വിളിച്ച് പറഞ്ഞയച്ചത് നാത്തൂനായിരുന്നു. ഉമ്മയുടെ മനസ്സിൽ അതുതന്നെയായിരുന്നു ആഗ്രഹം. സിനാനെ ഏൽപ്പിക്കണം, ഓളെ എങ്ങനെയെങ്കിലും. എന്തായാലും വേണ്ടിയില്ല. എടാ, സിനാനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി അവളെ അവൻ്റെ അടുക്കൽ ഏൽപ്പിച്ചാൽ പോരുന്നു. സിനാനെ ആ ഒരു വാക്കിവിടെ മിണ്ടിപ്പോകരുത്. നിങ്ങളോട് സിനാനും അജ്മലും നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരില്ലല്ലോ. എന്തിനാ കണ്ണി കണ്ട ചെക്കനും പറഞ്ഞേക്കണേ? അതെ, കണ്ണി കണ്ട ചെക്കനൊന്നല്ല, ഓളെ നിക്കാഹ് കഴിച്ചോളെ ഭർത്താവാണ്. പറഞ്ഞയച്ചിട്ട് നിനക്കെന്താ? പറഞ്ഞയക്കണേന് കുഴപ്പമില്ല. പക്ഷെ ഈ വീട്ടിലേക്ക് നിങ്ങൾ കയറാൻ പാടില്ല. പിന്നെ ഇറങ്ങിപ്പോയിക്കോണം ഈ വീട്ടിൽ നിന്ന്. അവിടെ ബാപ്പ ഉണ്ടാക്കിയൊരു വീടുണ്ടല്ലോ, അവിടെ പോയി താമസിച്ചോളി. എന്നാൽ സിനാനോ അജ്മലോ ആരാന്ന് വെച്ചാൽ നിങ്ങൾ കയറ്റിക്കോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ വീട്ടിക്ക് ഒരൊറ്റ കുട്ടിയുടെ കാല് കുത്തിയ കാല് ഞാൻ വെട്ടും, നോക്കിക്കോളി. ഉമ്മ കരഞ്ഞു. പഠിച്ചോനെ, ഈ ചെക്കനത് എന്തിൻ്റെ പിരാന്താണ്? അങ്ങനെയാണ് അന്ന്
അവൻ ദേഷ്യം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത്. അജ്മലിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. ഇറങ്ങിപ്പോക്കുന്ന ആ പോക്കിൽ ഉമ്മ വിളിച്ചു പറഞ്ഞു, പൊന്നു മോനെ, മോനെ ആരെയും ഒന്നും ഉപദ്രവിക്കല്ലേ, നീ നിന്റെ കൂട്ടുകാരെ കൂട്ടുപിടിച്ച് ഒന്നും ചെയ്യല്ലേ, പഠിച്ചോനെ എനിക്ക് പേടിയാണ്, നീ ദയവായി ഒന്ന് മിണ്ടാതിരിക്കുവോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ശല്യമാക്കുകയാണെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം ബാപ്പുണ്ടാക്കി വീട്ടിലേക്ക് ഇവിടെ നിന്ന്. ഉമ്മ തേങ്ങിക്കരഞ്ഞു. പഠിച്ച റബ്ബേ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വരെ പറയാണ്. ആ ഉമ്മ പൊട്ടി പൊട്ടി കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട മോളെയും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും ആലോചിച്ചുകൊണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.